പുല്ല് പോലില്ലേ കാണാൻ. യൂട്യൂബ് റീൽസ്, ഇൻസ്റ്റാഗ്രാം റീൽസ്. ഹലോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കടയ്ക്ക് പോകാൻ കേട്ടോ. ആക്ച്വലി ഞാൻ ഓൾറെഡി പഴയ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ മേലെ മൈജുവിൻ്റെ കടയുണ്ട്. പക്ഷേ മൈജു വീട്ടിലില്ല. മൈജു അതുപോലെ എൻ്റെ വേറെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് ചൂരിൻ്റെ കുരു ഉണ്ടല്ലോ, അതിന് ഓൾറെഡി പഴയ വീട്ടിലുണ്ട് ഒരു ചൂരിൻ്റെ കുരു പറഞ്ഞിട്ട്. ആ കുരു വന്നിട്ട് ആട്ടം പൊരിക്കണം എണ്ണയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ ആരുമേ ഇല്ല. ഞാൻ, എൻ്റെ അനിയൻ, പിന്നെ എൻ്റെ വലിയ ചേച്ചിൻ്റെ മോള് മാത്രമേ ഉള്ളൂ. എന്താ ഹായ് വന്നാ, അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുളിച്ചിട്ട് ഏതാ മുടി പ്രാന്തിന് പോലെ, മുടി ഇങ്ങനെ പെയിന് പോലെ ഉണ്ട്. അപ്പോൾ മുടി വിരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ക്ലിപ്പൊക്കെ പൊട്ടിപ്പോയി, അപ്പോൾ അതുകൊണ്ടും ഇടാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മൈജുവും പിന്നെ അവരെല്ലാവരും എണ്ണ ആട്ടാൻ പോയ സ്ഥിതിക്ക് വീട്ടിൽ ആരുമില്ല. സംഭവം അവർ 5 മണിക്ക് രാവിലെ പുലർച്ചെ 5 മണിക്ക് പോയതാണ്. ഇനിയും വീട്ടിലെത്തിയിട്ടില്ല. കാരണം നല്ല ലോങ് ആണ്. നടന്നു പോയിട്ട് തന്നെ വരണം തിരിച്ച്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ഇവിടെ നല്ല വെയിലാണ്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ കാരണം തിരിച്ച് റിട്ടേൺ വരാൻ ഇതാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. അപ്പോൾ ഞാനും 2-3 പിള്ളേർ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ നല്ല വിശപ്പ്. കടയും ഇല്ലല്ലോ. മൈജു ഉണ്ടെങ്കിലേ കട ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ മൈജു ഇല്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി നടന്നു പോയി ബഗ്രി ബാങ്ക് എന്ന് പറയും. അവിടെ പോയിട്ട് കുറച്ച് ചൗ പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കാൻ വെച്ചിട്ട് പോവാണ്. സമയം 5:30, പക്ഷെ നല്ല വെയിൽ അടിക്കണുണ്ടല്ലേ. ഇവിടെ ഇതാ പ്രശ്നം. ഇപ്പോൾ മഞ്ഞ് കല്ലൊക്കെ ആയി വെച്ചാൽ 5 അല്ല, രാവിലെ 12 മണി, 1 മണി, 3 മണിയായാലും നല്ലൊരു മഞ്ഞ് മൂടിയോളിടും. അത് വെയിൽ കളണെങ്കിൽ ഫുള്ളും വെയിലായിരിക്കും. 5-6 മണിയായാലും നല്ല വെയിലടിക്കും. ഫുള്ള് നന്നായി വെയിൽ കാണിച്ചു തരട്ടെ എങ്ങനെയാണെന്ന്. കണ്ടില്ലേ വെയിൽ? നിങ്ങൾ വിചാരിക്കും ഞാൻ 5 മണി 6 മണി പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഇത് കാണിച്ചു തരട്ടെ. ഇതിൽ കാണുന്നുണ്ടോ നോട്ടെ. എവിടെ ടൈം എവിടെ? അതാ കോണിൽ കണ്ടില്ലേ, അതിൽ 5:17 കാണുന്നുണ്ടില്ലേ. സമയം 5:17 കണ്ടില്ലേ. നല്ലൊരു കാലാവസ്ഥയാണ് ഉള്ളത്. के हने जाने आमूर चाउचो हने जाने कोको जाने 3 जना जाने काली भाग्य और मैं. ഞങ്ങളുണ്ടല്ലോ ഈ 2 ചെള്ളികളിൽ കൊണ്ടുപോകേണ്ടതുകൊണ്ട് പിന്നെ പറ്റിച്ചിട്ട് ഞങ്ങൾ പോകണം വിചാരിച്ചാ ഇവർ അതിനേക്കാളും പറ്റിക്കുന്നു ഞങ്ങൾ. കേലേക്കോ ക്യോ ഹനക്കോ പാനി ऐना पानी ने क्यों जूसो होई क्या देखो ना पानी चीज पानी उंचा रे उंचा तारा ए बाय बाय हम जान दुकान टाटा क्या लेना है ना हम घूमना अनस वो आने ना तेरे मम्मी तेरे लोर बस नहीं ഇവന്മാരെ കൊണ്ടുപോകണമെന്നുള്ള പ്രശ്നം. ഈശ്വര പോയി വെച്ചിട്ടില്ലേ, കൈയും കല്ല് വെച്ച് വെറുതെ ഇരിക്കില്ല. അത് നോണ്ട് ഇത് നോണ്ട. ഇതില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ സ്ഥലം. ഇത് ഫുള്ളും അങ്ങനെ ഒരു നല്ലൊരു ഭംഗി, മീൻസ് നല്ലൊരു കണ്ണിന് കുളിർമ തരുന്നത് കാരണം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്ട്. നോക്ക്, പച്ച കളർ പുല്ല് പോലില്ലേ കാണാൻ, പക്ഷെ അത് നെല്ലാണ്. നെല്ല് ഓക്കെ, നെല്ലാണ്. നല്ലൊരു ഇതുണ്ട്. സിനിമയൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. അത്രയ്ക്കും നല്ലൊരു ഇതുണ്ട്. നമുക്ക് നല്ല വീഡിയോസൊക്കെ കിട്ടുകൊണ്ടില്ലേ. അതൊരു ബാക്ക്ഗ്രൗണ്ടും നന്നായിട്ടുണ്ട്. സണ്ണ്, പാടം, വീട്. എങ്ങനെയുണ്ട് ഗായ്സ്? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടമായ ഇത് സംഭവം കണ്ട് ഈ മല മഴ വരികയാണെങ്കിലോ ഇത് ഫുള്ളും പകുതി ഇടിഞ്ഞ് താഴെ വീരുണ്ടാ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ നേപ്പാളക്കാർക്ക് ഇതില്ല തോന്നുന്നു. എവിടെയൊക്കെ മല കാണാം, മലേൻ്റെ സൈഡിൽ കൂടെ മല ഇടിച്ചിട്ട് റോഡ് പോലെ ഉണ്ടാക്കിയത് കാരണം, റോഡെന്ന് പറയാൻ പറ്റില്ല, വഴിയെന്ന് പറയാം. വഴി ഉണ്ടാക്കി കാരണം ചില സമയത്ത് മഴക്കാലത്ത് എന്താ പറയുക, മഴ വരുന്ന കാരണം മല ഇടിഞ്ഞ് വീഴാൻ ചാൻസ് ഒക്കെ ഇവിടെ കൂടുതലാണ്. ചേച്ചിൻ്റെ അവിടേക്കാണെങ്കിൽ ഫുൾ മല ഇടിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര വലിയ വഴി ഉണ്ടായിരുന്നു കേട്ടോ, അത് മല ഇടിഞ്ഞെടുത്താ. ഈ ഇവിടുന്ന് ഇത് ഒരു 1/2 മീറ്റർ കൂടി ഉണ്ട്. 50 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. 50 സെൻറ്റിമീറ്ററാ? 50 സെൻറ്റിമീറ്റർ അല്ലല്ലോ, സോറി, 1 മീറ്ററിൻ്റെ പകുതി 1/2 മീറ്റർ. 1 മീറ്ററിൻ്റെ പകുതി 1/2 മീറ്റർ പോവാ. അങ്ങനെ
ഞങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് കഴിക്കാൻ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ചൗ പിന്നെ ജ്യൂസ് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇനി ഒരു കറക്റ്റായിട്ടൊരു പ്ലേസ് കണ്ടെത്തണം. ഇരുന്ന് സമാധാനം കഴിക്കുന്ന ഒരു പ്ലേസ് കണ്ടെത്തണം. അവിടെ പോയിട്ട് വേണം ഓരോന്നെടുത്ത് കഴിക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെ വാങ്ങിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ പോയിട്ട് ആദ്യം പ്ലേസ് തപ്പട്ടെ, എവിടെ നല്ല നല്ല പ്ലേസ് ഉള്ളതെന്ന്. ആദ്യം ഇവിടെ ഫുള്ളും ഇരിക്കാൻ പറ്റുന്ന പ്ലേസ് ഒന്നുമില്ല. ഫുള്ളും എന്താ പറയുക, ചെരിവും മേടൊക്കെ അതിന് ഇരിക്കാൻ കുറച്ച് റിസ്ക്കാണ്. അതിന് ഫസ്റ്റ് നമ്മൾ പോയിട്ട് ഇരിക്കാൻ സ്ഥലം കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ കഴിക്കണം. ഓക്കെ നേനാ हो पहिला कागने के वर्ष ना खोज्नु पर्छ हैन. कहाँ मिल्छ अब जग्गा बन, कति मिल्छ जग्गा बस्ने जग्गा. अब लेखेर जहाँ पनि बस्नै सक्ने ठाउँ. ओके ना कहाँ छ बन അയ്യോ. അപ്പം നമ്മൾ സ്ഥലം എനിക്കറിയില്ല. ഇവർക്കറിയപ്പോൾ നമ്മൾ കാണിച്ചു തരും. അവിടെ പോയിട്ട് ആദ്യം സമാധാനം ഇരിക്കുക, എന്തിനുള്ള ഓരോന്നെടുത്ത് കഴിക്കാൻ. ഓക്കെ, വിശന്നിട്ട് കുടൽ കരിയിടും. കേരളത്തിലെ ഫുഡ് മിസ് ചെയ്യുന്നറിയാം ഞാൻ. എത്ര 1.5 മാസം 2 മാസം ആവറായി. എനിക്കുണ്ടല്ലോ ഈ യൂട്യൂബ് റീൽസ്, ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഉണ്ടല്ലോ, ഈ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ വായിക്കൂടെ വെള്ളം ഇങ്ങനെ വരികയാണ്. എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കണം പറഞ്ഞാലും ഉണ്ടാക്കാനുള്ള സാധനങ്ങളില്ല. ബിരിയാണി മസാല ഉണ്ടാവില്ല. അതുപോലെ അതിൽ നിന്ന് പട്ട ഗ്രാം അതും എവിടെ കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ കടയിൽ കുറേ അവിടെ ചോദിച്ചു, പക്ഷെ അത് കിട്ടില്ല. മീൻസ് ഇല്ല. ഇവിടെ ജീരകം കിട്ടും, അതേസമയം പട്ട ഗ്രാം അതൊന്നും കിട്ടാനേ ഇല്ല ഇവിടെ എവിടെയും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിശക്കുന്നുണ്ട്. ഇനി സംസാരിച്ച് ക്ഷീണമാവും. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം പോയി കണ്ടുപിടിക്കണം. സ്ഥലത്ത് പോയിട്ട് മമ്മ കഴിക്കണം. ഓക്കെ, വരും. കഷ്ടപ്പെട്ട് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇരിക്കുന്ന സ്ഥലം. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്? ഇതാ ചീസ് ബോൾ വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്, ക്രീം ബണ്ണ്. ഇതൊക്കെ ഞാൻ ഇരുന്ന് കഴിക്കാൻ പോകണ്ട. ഇത്രയും ഇതാ ഞങ്ങളുടെ മാഗി മീൻസ് നമ്മുടെ ഇന്ത്യയിൽ മാഗി, നമ്മുടെ നേപ്പാളിൽ ചൗ. അതേപോലത്തെ 3 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ടേസ്റ്റ് ഉണ്ടാവുന്ന അറിയില്ല, കടിച്ച് നോക്കട്ടെ കേട്ടോ. കടിച്ച് നോക്കട്ടെ, കുടിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്നത്. मीठ ऊँचे मीठ उन्नरा मीठ नमस्ते बोलो बल्ले थालो चलता ला खा जमेको हुन्छ यो अब सिप्प बोल्दा हुनु ला यो खा टेस्ट नोट एങ്ങനെ ഉണ്ടെന്ന് नंबर सही ना और क्या नहीं है ना जमेको मीठ हुन्छ टेस्ट ഇല്ല അത് ദോബെ എന്ത് നമ്മൾ മരുന്നില്ലേ ചുമക്കൊക്കെ ചുമ ജലദോഷത്തൊക്കെ സിറം കുടിക്കില്ലേ ഇങ്ങനെ കുപ്പിയിലുള്ളത് അതിന്റെ ടേസ്റ്റ് ദോബൊക്കെ ടേസ്റ്റ് ചെയ്യോത്താ ഓക്കേനാ खाने हो खाएन अब मान्छेले के हुन्छ के हो വേണ്ട ഇത് ഉഞ്ചു വേണ്ട ഇനിയിപ്പോൾ ഇത് എക്സ്പയറി ഡേറ്റ് ഒന്നും ആയിട്ടില്ല അത് മറ്റേ മരുന്നിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് 5 രൂപ ഉള്ളത് മേ ബി അതായിരിക്കും ഇത് കഴിക്കാൻ പോകണം ബണ്ണ് ഫുള്ളോ ചേച്ചി ചേന ചേച്ച ഫുള്ള് കേട്ടോല്ലേ മോട്ട വാല ഒന്നിന് 10 രൂപ അതിൽ 6 കിട്ടും പക്ഷെ നമ്മൾ 6 വാങ്ങിക്കുകയാണെങ്കിൽ 55 രൂപ അത് സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 10 രൂപ കേട്ടോ ഒന്നിന് ക്രീം നമ്മൾ ബ്രെഡ് ജാം ഇട്ടില്ല അതുപോലെ ബ്രെഡിൽ ക്രീം ഇട്ടിട്ട് തരും ഇനി ഞങ്ങളിതാ ചൗച്ചോ കഴിക്കാൻ പോകണം ഇരുന്ന് ഇരിപ്പിൽ ഞങ്ങൾ എത്ര കഴിക്കുന്ന അറിയോ ഞങ്ങൾ 2 ബണ്ണ് കഴിച്ചു ആ ജ്യൂസ് കുടിച്ചു ഇതതിനിത് ഇല്ല ആദ്യം നമ്മളിത് മെല്ലെ ആദ്യം നമ്മളിതിനെ ക്രഷ് ചെയ്യുക അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യണം സോഫ്റ്റായിട്ട് അതില്ലേ ഇനി നമുക്ക് കിട്ടുന്നതാണ് 2 മസാലാസ് ബാസ് നമ്പർ tasty instant noodles try again इक्की हो रहा है यो इक्की हो यो यसको भित्र 1 रुपैयाँ छ भने एउटा चकलेट खान पाइन्छ के 1 रुपैयाँ हो यो कति गर्न भयो കാശ് 1 രൂപ കിട്ടും അതുകൊണ്ട് നമ്മളവിടെ 5 രൂപ തോന്നുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മസാല പൊളിക്കുക
സൂക്ഷിച്ചിട്ടും ചുണ്ടിൽ തട്ടി വരും. ഇങ്ങനെ പൂ തിന്ന പോലെ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ കുളിക്കുക ശേഷം നന്നായിട്ട് മണം വരും. നന്നായി മസാല മിക്സ് ചെയ്യും. നോക്കൂ, കണ്ടില്ലേ? ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പറ്റും കൈ കൊണ്ടെടുക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ കഴിക്കുന്നത് തെങ്ങും ഞാൻ കഴിച്ചിട്ടേ. ഇപ്പം എൻ്റെ അനിയും പാവം കഴിക്കുന്നുണ്ട്. അവൻ കഴിക്കുന്നത് ഞാൻ കാണിച്ചോട്ടാണ്. അങ്ങനെയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണട്ടെ നമുക്ക്. കാരണം വീഡിയോ എടുക്കുമ്പോൾ വെറുതെ നിന്ന് കാണിക്കുക. കാരണം ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കഴിച്ച് ആസ്വദിച്ചിട്ട് വീണ്ടും കാണാം നമുക്ക്. ഓക്കെ, കാണിക്ക് പോവാ. അവന് നാണം നോക്ക്. എന്ത് നല്ല സ്ഥലം, എന്ത് നല്ല ബാക്ക്ഗ്രൗണ്ട്. 3 रुपये हो जा. 3 രൂപ കിട്ടിട്ടാ. 1 രൂപ, 2 രൂപ, 3 രൂപ. 3 രൂപ മിൽച്ച നീനാ. നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാനും വേണം ഒരു യോഗം. നാഗ്മ കോയർക്ക് മൂക്കിൽ പോയിന്നവൻ്റെ. ചീസ് ബോൾ കഴിക്കാൻ പോണ്. ഭർത്ത് കുടിച്ച കയറണേ. ഞാൻ പക്കട്ടെ ला तेरो यहाँ पकड़ना ये पकड़ता मेरा हाथ में तेल हो सकते हैं. ചീസ് ബാൾ ആർക്കെല്ലാം വേണം ചീസ് ബോൾ കമൻറ്റ് ചെയ്യും. ഞാൻ കൊണ്ടുവരാം നേപ്പാളിൽ നിന്ന് കേരളത്തിലേക്ക് ചീസ് ബാൾ. ഓക്കെ, സെൽഫ് സ്റ്റിക്കല്ലാത്ത കാരണം എൻ്റെ കാൽ ഞാൻ സെൽഫ് സ്റ്റിക്ക് ആക്കിയിട്ട് ഞാൻ ക്യാമറ വീഡിയോ എടുക്കുകയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ചീസ് ബോൾ കഴിക്കാൻ പോവാണ്. ഓക്കെ, ചീസ് ബോൾ. എന്താണപ്പോൾ ഇത് ഇത്രയും ബലോ കവറ്. ചീസ് ബാൾ ഇറന്ന ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്പർ ഷർട്ടോ ബാക്ക്ഗ്രൗണ്ട് നമ്പർ ശരോ. വീട്ടിൽ പോവാണ്ട് നടു റോട്ടിൽ കാട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ തിന്നാൻ വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാർ ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാവോ? മര്യാദ വീട്ടിൽ പോയി കഴിക്കണ്ട. ഞങ്ങൾക്ക് ആക്രാന്തം ഉള്ള കാരണം വീട്ടിൽ പോകണ്ട് നടു റോട്ടിൽ ഇരുന്നിട്ട് കഴിക്കണം ഞങ്ങൾ. ആ ടേസ്റ്റ് ഉണ്ട്, ചീസിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ബാക്ക് നോക്ക് എത്രയാണ് കൊക്ക പോലെ. ഇവിടുന്ന് ഉരുണ്ട വീഴും താഴെ. അതൊന്നും അറിയണ്ട ഞങ്ങൾ ഇവിടെ കല്ലിന്മേലെ കയറി കഴിക്കണത്. അങ്ങനെ ഞങ്ങൾ എല്ലാ സ്നാക്സും ഐറ്റംസൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് 5 രൂപ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ ഈസിയായിട്ട് നടന്നു വന്നു, ഇറക്കമായിരുന്നു. ഇനി പോകുമ്പോഴും കയറ്റുവാണ്. വയ്യ, കഴിച്ച് തന്നെ വയറ് കുറച്ച് നിറഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് വീട്ടിൽ ഉള്ളവർക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ ഒറ്റ പുതിനാരും വിചാരിക്കാൻ പാടില്ലല്ലോ പോവാ. അപ്പോൾ ഇത്രേ ഉള്ളു വീഡിയോ, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കുട്ടി മിനി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ടാറ്റാ ബൈ, സീ യു, ലവ് യു, ബൈ.